ഇറാന്റെ കൊലപ്പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ഞാനാണ്. ഒരുപക്ഷെ നാളെ ഞാൻ ഇല്ലാതായേക്കാം. ഇതുവരെ ഞാൻ ഭാഗ്യവാനായിരുന്നു. എന്നാൽ ആ ഭാഗ്യം എപ്പോഴും തുണയ്ക്കണമെന്നില്ല. സംഘർഷത്തിനിടെ കൊല്ലപ്പെട്ട ഇറാന്റെ മുൻ നേതാക്കളിൽ പലരെയും പോലെ തനിക്കും അതേ വിധി നേരിടേണ്ടി വരുമെന്ന് തുറന്നു പറയുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തുർക്കിയിലെ അങ്കാറയിൽ നടന്ന നാറ്റോ ഉച്ചകോടിയുടെ വേദിയിലായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. തന്റെ ജീവന് നേരെ ഇറാന്റെ വധ ഗൂഢാലോചന ശക്തമാണെന്നും അവരുടെ എല്ലാ ഹിറ്റ് ലിസ്റ്റുകളിലും തന്റെ പേരുണ്ടെന്നും ട്രംപ് തുറന്നു പറഞ്ഞു. ട്രംപിനെ കൊല്ലാൻ പദ്ധതി ഇടുന്നുണ്ടോ ഇറാൻ? വിവരങ്ങൾ വിശദമായി അറിയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. നാറ്റോ ഉച്ചകോടിക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് തനിക്കെതിരെയുള്ള ഇറാന്റെ വധശ്രമങ്ങളെക്കുറിച്ച് ട്രംപ് സംസാരിച്ചത്. അവർക്ക് അമേരിക്കൻ ഭരണാധികാരിയെ, അതായത് എന്നെ ഇല്ലാതാക്കണം. ഇറാന്റെ എല്ലാ ഹിറ്റ് ലിസ്റ്റിലും ഞാനുണ്ട്. എന്നാൽ എനിക്കതിൽ ഭയമില്ല. ഞാൻ എന്റെ ജോലിയാണ് ചെയ്യുന്നതെന്ന് ട്രംപ് പറഞ്ഞു. ഇറാന്റെ ഭരണ നേതൃത്വത്തെ കൊള്ളരുതാത്തവർ എന്ന് വിശേഷിപ്പിച്ച ട്രംപ് മുൻഗാമികളായ ഇറാൻ നേതാക്കൾ പലരും ഇല്ലാതായതുപോലെ നിലവിലെ ഭരണാധികാരികളുടെയും അവസ്ഥ ഇതായിരിക്കുമെന്നും ചൂണ്ടിക്കാട്ടി. ഒപ്പം താനും എപ്പോൾ വേണമെങ്കിലും വധിക്കപ്പെട്ടേക്കാമെന്നും കൂട്ടിച്ചേർത്തു. ഖത്തർ സമ്മാനിച്ച അത്യാധുനിക വിമാനത്തിന് പകരം പഴയ എയർഫോഴ്സ് 1 വിമാനത്തിൽ US-ലേക്ക് മടങ്ങാൻ US രഹസ്യാന്വേഷണ ഏജൻസിയായ സീക്രട്ട് സർവീസ് നിർദ്ദേശിച്ചതും ഈ ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. വധഭീഷണിയെക്കുറിച്ച് തുറന്നു പറയുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ആകുന്നത് തന്നെ നിരന്തരമായ അപകടങ്ങൾ നിറഞ്ഞ ജീവിതമാണെന്ന് അദ്ദേഹം മറുപടി നൽകി. സംഭാഷണത്തിന്റെ അവസാനം അദ്ദേഹം തമാശ കലർത്തിയ ഒരു പരാമർശവും നടത്തിയിട്ടുണ്ട്. ടിക്ടോക്കിൽ 1ാം സ്ഥാനത്തിരിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷേ കൊല്ലേണ്ടവരുടെ പട്ടികയിലാണ് ഞാൻ 1ാം സ്ഥാനത്തെന്ന് ട്രംപ് പറഞ്ഞു. 2020 ട്രംപിന്റെ ആദ്യ പ്രസിഡന്റ് കാലാവധിയിൽ ഇറാഖിലെ ബാഗ്ദാദിൽ വെച്ച് ഇറാന്റെ പ്രമുഖ സൈനിക കമാൻഡറായിരുന്ന ജനറൽ ഖാസിം സുലൈമാനിയെ US ഡ്രോൺ ആക്രമണത്തിലൂടെ വധിച്ചിരുന്നു. ഇതിന് പകരമായി ട്രംപിനോട് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഈ ശത്രുത സമീപകാലത്ത് കൂടുതൽ വഷളായി. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖാംനയുടെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുത്ത ജനക്കൂട്ടം ട്രംപിനെ വധിക്കണമെന്ന് പരസ്യമായി മുദ്രാവാക്യം വിളിച്ചിരുന്നു. തങ്ങളുടെ നേതാവിന്റെ രക്തത്തിന് പകരമായി ട്രംപിനെ വധിക്കുന്നത് തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് ഇറാനിലെ കടുത്ത യാഥാസ്ഥിതിക വിഭാഗങ്ങളും പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. US രഹസ്യാന്വേഷണ ഏജൻസികളും ട്രംപിന് നേരെ ഇറാന്റെ ഭീഷണിയുണ്ടെന്ന കാര്യം ശരിവെക്കുന്നുണ്ട്. ട്രംപിന്റെ മുൻ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിൽ അദ്ദേഹത്തെ വധിക്കാൻ ഇറാന്റെ ഭാഗത്തു നിന്ന് ഗൂഢാലോചന നടക്കുന്നതായി US ഇന്റലിജൻസ് ഔദ്യോഗികമായി ട്രംപിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. തങ്ങൾക്കെതിരെയുള്ള ട്രംപിന്റെ ആരോപണങ്ങൾ ഇറാൻ മുൻപും പൂർണ്ണമായി നിഷേധിച്ചിട്ടുണ്ട്. ഇത്തരം റിപ്പോർട്ടുകൾ അമേരിക്കയുടെ കെട്ടിച്ചമച്ച കഥകളാണെന്നാണ് ഇറാന്റെ ഔദ്യോഗിക പക്ഷം. എങ്കിലും സുലൈമാനിയുടെ കൊലപാതകത്തിന് ട്രംപിനെ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുമെന്നും അവർ ആവർത്തിക്കുന്നുണ്ട്. ഈ ഭീഷണികളെ തുടർന്ന് 2024 തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ട്രംപിന്റെ സുരക്ഷ വളരെ ശക്തമാക്കിയിരുന്നു. സ്വന്തം പേരെഴുതിയ ട്രംപ് ഫോഴ്സ് 1 വിമാനത്തിൽ യാത്ര ചെയ്യുന്നത് സുരക്ഷിതമല്ലാത്തതിനാൽ അദ്ദേഹം അത് ഒഴിവാക്കി. പകരം US പ്രത്യേക ദൂതനായ സ്റ്റീവ് വിറ്റ്കോഫിന്റെ ഉടമസ്ഥതയിലുള്ള പ്രത്യേകിച്ച് അടയാളങ്ങളോ പേരുകളോ ഇല്ലാത്ത ഒരു സ്വകാര്യ വിമാനത്തിലായിരുന്നു ട്രംപിന്റെ യാത്രകൾ. അന്ന് ഇറാന്റെ രഹസ്യ ഏജന്റുമാർ അമേരിക്കയ്ക്കുള്ളിൽ തമ്പടിച്ചിട്ടുണ്ടാകാമെന്ന് US സീക്രട്ട് സർവീസും രഹസ്യാന്വേഷണ ഏജൻസികളും വിലയിരുത്തിയിരുന്നു. എളുപ്പത്തിൽ കയ്യിൽ കൊണ്ട് നടക്കാവുന്നതും വിമാനങ്ങൾക്ക് നേരെ തൊടുക്കാവുന്നതുമായ ചെറിയ മിസൈലുകൾ പോലും ഈ ഏജന്റുമാരുടെ കൈവശം ഉണ്ടായിരിക്കാമെന്നും അവർ ഭയന്നിരുന്നു. ട്രംപിന്റെ വെളിപ്പെടുത്തലുകളോട് വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥർ കൂടുതൽ വിശദീകരണങ്ങൾ നൽകിയിട്ടില്ല. തനിക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള വധശ്രമം ഉണ്ടായാൽ ഇറാനെ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കണമെന്ന കർശന നിർദ്ദേശം US സൈന്യത്തിന് ട്രംപ് നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്.